എല്ലാ ഞായറാഴ്ചകളിലും മട്ടൻ കറി വീട്ടിലെ പതിവാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മമ്മി ഇല്ലെങ്കിൽ അച്ഛൻ കയ്യിൽ പൈസ തരും. ഞാൻ നേരെ പോകും, മട്ടൻ എടുക്കും. മമ്മി അടിപൊളിയായിട്ട് ഒരു തേങ്ങാരപ്പൊക്കെ ഇട്ട് ഒരു മട്ടൻ കറി ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവരുടെ നാട്ടിലും ഇതുപോലത്തെ മട്ടൻ കറി ഉണ്ടാക്കും, പക്ഷേ അതിനകത്ത് മുരുങ്ങക്കാട്ട് ഉണ്ടാക്കും. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കല്ലുപ്പ്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു 5 വിസിൽ, ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും ബാക്കി 4 മീഡിയം ഫ്ലെയിമിലും മതി. മട്ടൻ വെന്ന് കിട്ടും. പിന്നെ തേങ്ങ അരപ്പാനായിട്ട് കുരുമുളക്, പെരിഞ്ചീരകം, കുറച്ച് കസ്കസ് ഇട്ടിട്ട് ഒരു കോസ് പേസ്റ്റ് ആക്കി വയ്ക്കാം. നല്ലെണ്ണ ചൂടായതിനു ശേഷം ഹോൾ ഗരം മസാല, കൽപ്പാസി, പെരിഞ്ചീരകം, പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പച്ച സ്മെല്ല് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി, നമുക്ക് ചെറുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. അത് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, പിന്നെ നമ്മുടെ മുരുങ്ങക്ക, ഇതൊക്കെ ഇട്ട് ഇതിനകത്ത് നമുക്ക് കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് പച്ച സ്മെല്ല് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടണും അതിൻ്റെ സ്റ്റോക്കും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ജസ്റ്റ് ഒന്ന് തല വരണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. നമ്മുടെ മുരുങ്ങക്കാവും വെന്ത് കാണും, ഈ സൈഡിൽ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ആ സമയത്ത് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മട്ടൻ കറി റെഡി. And always remember this, everybody can cook and everybody has to cook.